ധ്യാനം. ഓം സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേത് അംബികാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ഒരു യോഗം എന്ന് ആലോചിക്കുകയായിരുന്നു. നേരിട്ട് കാണേണ്ട നമ്മള് ചില പ്രത്യേക കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ ദൂരെ എവിടേക്കോ ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. എന്താ അതിന് കാരണം? നമുക്കൊക്കെ അറിയാം, ഒരു മഹാമാരി മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ആധ്യാത്മികത അവന് അന്യമായി തീരുമ്പോൾ, അവൻ ആധ്യാത്മികതയുടെ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ, നീ ശരിക്കുള്ള വഴിയിൽ സഞ്ചരിക്കേണ്ടവനാണ് എന്ന് അവനെ ഓർമ്മിപ്പിക്കാൻ, അവനെ ബോധിപ്പിക്കാൻ പ്രകൃതി സ്വയം ചെയ്യുന്ന ചില വിദ്യകളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഗ്ലോബൽ കൊറോണ വൈറസ്. ഇതാണ് വാസ്തവത്തിൽ സത്യം. ഒന്ന് ചിന്തിക്കുമ്പോൾ, ആ കാര്യം ഒന്ന് സൂചിപ്പിച്ച് വിഷയത്തിലേക്ക് പോകാം. ഒന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാവും. നമ്മളൊക്കെ ഇന്ന് ഭയപ്പാടോടെ നോക്കിക്കാണുന്ന ഈ കൊറോണ വൈറസ് അത് ശരീരത്തിൽ എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് ഒന്ന് ആലോചിക്കും. മൂക്കിലും തൊണ്ടയിലും, ശരിയല്ലേ? മൂക്കിലും തൊണ്ടയിലുമാണ് ഈ വൈറസ് കുടികൊള്ളുന്നത്. നമ്മുടെ ഭാരതീയ പ്രാചീന സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ ശ്വസിക്കുന്നത്, ആലോചിച്ച് നോക്കൂ, മൂക്കിലൂടെയല്ലേ? പ്രാണായാമം ചെയ്യുന്നതും മൂക്കിലൂടെയല്ലേ? അപ്പോ ഈ വൈറസ് ബാധിച്ച് ഗുരുതരമായ അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താ? ശ്വാസം മുട്ടലാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ശ്വാസത്തെ ആ വൈറസ് പിടിച്ചു നിർത്തുക, ജീവിതത്തെ തന്നെ പിടിച്ചു നിർത്തുക. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിന്റെ അധിഷ്ഠാനമായിട്ടുള്ളത് ഈ പ്രാണനാണ്. ഈ പ്രാണനെ തന്നെയാണ് നമ്മൾ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഈശ്വരനായിട്ട് കാണുന്നതും ഈ പ്രാണനെ തന്നെയാണ്. അപ്പൊ ആ ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വര ചിന്തയിലേക്ക് മടങ്ങണം എന്ന് ജാതി മത ഭേദമന്യേ സകലരെയും പഠിപ്പിക്കുന്ന ഒരു വൈറസാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈശ്വരീയതയിലേക്ക്, ഈശ്വരത്വത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രകൃതി തന്ന ഒരു വരദാനമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വയം സുരക്ഷിതരായി വീടുകളിൽ ശുദ്ധി സമ്പാദിക്കുക, ഇതൊക്കെ നമ്മൾ ഇന്നും ഇന്നലെയും പറയുന്ന കാര്യങ്ങളല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതീയ ഋഷിവര്യന്മാര് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഈ ശുദ്ധിയുടെ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ. അതിൽ നിന്ന് നമ്മൾ ദൂരെ പോയി വ്യക്തി ശുദ്ധിയാണെങ്കിലും സമൂഹ ശുദ്ധിയാണെങ്കിലും
ഒരു സമൂഹത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് അത് അനിവാര്യമാണ് എന്നുള്ള സത്യം നമ്മൾ മറന്നുപോയി. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ മഹാമാരി എന്ന് ആരംഭത്തിൽ സൂചിപ്പിക്കട്ടെ. എന്തായാലും ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. നവരാത്രി. ഈ നമുക്കറിയാം, പേര് കേൾക്കുമ്പോഴേ നവരാത്രി, 9 രാത്രികൾ. അപ്പൊ പകലിനെ കുറിച്ച് ചോദിക്കും അല്ലേ? 10 പകലുണ്ട്. 9 രാത്രിയും 10 പകലും കൂടിച്ചേരുന്ന ഒരു അപൂർവ സംഗമമാണ് നവരാത്രി. നവരാത്രിയെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് 2 തരം നവരാത്രികൾ പറയാറുണ്ട്. ഒന്ന്, ശകവർഷത്തിലെ ചൈത്രമാസത്തിൽ ആരംഭിക്കുന്ന നവരാത്രിയും ഇപ്പോ ആശ്വിന മാസത്തിൽ ആരംഭിക്കുന്ന നവരാത്രിയും. ആദ്യത്തെ നവരാത്രി, ചൈത്രമാസത്തിലെ നവരാത്രി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിൽ വരും. അത് പുതുവർഷ ആരംഭമാണ്. ഇപ്പൊ നമ്മൾ കൊണ്ടാടുന്ന ആശ്വിന മാസത്തിലെ നവരാത്രി ദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഒരു 6 മാസത്തെ വ്യത്യാസം രണ്ടിനും കാണാം. രണ്ടും സന്ധികാലമാണ്. സന്ധികാലം എന്ന് പറയുമ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള പ്രയാണത്തിൽ ആ കാലാവസ്ഥ മാറി വരുന്ന ഒരു സന്ധികാലം. അതാണ് നമ്മൾ ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ കാണുന്നതോ തിരിച്ചുള്ള ഒരു പ്രയാണം. ശക്തമായ മഴ തീർന്നു, ഇനി ക്രമേണ അന്തരീക്ഷം മാറി വരുന്ന ഒരവസ്ഥ. അപ്പൊ ഈ സന്ധികാലത്ത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടും അല്ലേ? കാൽപ്പത്തി വേദന, കാൽമുട്ട് വേദന, അങ്ങനെ തുടങ്ങി ശാരീരികമായ ഒട്ടനവധി വൈഷമ്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ചില ഭക്ഷണക്രമങ്ങളും ചില വ്രതാനുഷ്ഠാനങ്ങളും നമ്മുടെ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നു. അതിന് ചില ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായി അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ നവരാത്രി വ്രതം ആരംഭിക്കുന്നത്. നവരാത്രിയെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ചരിത്ര പുരുഷന്മാര് സ്വന്തം ജീവിതത്തിൽ വെന്നിക്കൊടി പാറിപ്പിച്ച ഒരു മുഹൂർത്തം കൂടിയാണ് നവരാത്രിയുടേത്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലുള്ള മഹാരഥന്മാര് നവരാത്രി കാലഘട്ടത്തെ ഉപാസനാ കാലമായി കണ്ടുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ അവർക്ക് സാധിച്ചത് എന്നും നമ്മൾ ഇതിഹാസത്തിലൂടെ മനസ്സിലാക്കുന്നു, ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും അല്ലെ, നമ്മൾ പറയാറുണ്ട് വിജയ എന്ന മുഹൂർത്തം. വിജയദശമിക്ക് വിജയ എന്ന ഒരു മുഹൂർത്തമുണ്ട്. അത് ഈ സമയത്ത് മാത്രമല്ല, വാമനാവതാര സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. വാമനമൂർത്തി അവതരിച്ച ആ മുഹൂർത്തം വിജയാനാമസാ പ്രോക്ത യസ്യാം ജന്മ വിദുർഹരേ, കേട്ടിട്ടില്ലേ? അപ്പൊ വിജയ എന്ന മുഹൂർത്തത്തിലാണ് വാമനമൂർത്തി പോലും അവതരിച്ചത്. അപ്പൊ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള പല സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് വിജയ. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങുന്ന ഏത് പദ്ധതിയും ഏത് കാര്യവും അതിന്റെ വിജയത്തിന്റെ പാരമ്യത്തിൽ എത്തും എന്നതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോ വഡോദരയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും തുടങ്ങി വെച്ച ഈ സംസ്കൃത പഠനം എന്നുള്ള ഈ മഹത്തായ ചിന്ത ഒരുപക്ഷെ ജീവിതത്തിന്റെ മധ്യഭാഗത്തിലോ ഏതാണ്ട് 1/4 ഭാഗത്തിലോ ആണ് നമുക്ക് ഈ ചിന്ത വന്നിട്ടുള്ളത് എങ്കിൽ കൂടി അത് വലിയൊരു വിജയത്തിലേക്ക് നമ്മളെ നയിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ധാരാളം പേര് സംസ്കൃത ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടും ഇത്തരം പുരാണ ഗ്രന്ഥങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടും വിളിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങളെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ശരി, ഈ നവരാത്രി കാലഘട്ടത്തിൽ ഇത്തരമൊരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ വന്നത്, പ്രത്യേകിച്ചും പരമേശ്വരട്ടൻ ഈ വിഷയം പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, എത്രയോ പുണ്യം ചെയ്ത ഒരു ജന്മമായിരിക്കണം അദ്ദേഹത്തിൻ്റെത്. അല്ലെങ്കിൽ അങ്ങ് വഡോദരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങ് കേരളത്തിൽ മലപ്പുറത്തുള്ള എന്നെ വിളിക്കാനും, ഇപ്പൊ മാത്രമല്ല അദ്ദേഹം പലപ്പോഴും വിളിക്കാറുണ്ട്, വിളിക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പൊ ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര സുഹൃതം ചെയ്തൊരു ജന്മമാണ് അദ്ദേഹത്തിൻ്റെത് അല്ലേ? നമ്മൾ പലരെയും അമേരിക്കയിലും ദുബായിലും സൗദിയിലും ഒക്കെയുള്ള ആളുകളെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താ ചോദിക്കുക? ചോറ് കഴിച്ചോ,
ഇല്ലേ, ഊണ് കഴിച്ചോ, ഇന്ന് സാമ്പാറാണോ, ഇവിടെ വെണ്ടയ്ക്കൊന്നും കിട്ടാനില്ല, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പറയാറ്. പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വിളിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾക്കാണ്. അപ്പൊ അത് ഭഗവതിയുടെ, ദേവിയുടെ ഒരു പ്രേരണയാണോ എന്ന് പോലും ചിന്തിച്ചു പോവാണ്. ഏതായാലും ശരി, നമുക്ക് ഇന്നത്തെ ചിന്തനീയമായിട്ടുള്ള വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, മഹിഷാസുരമർദ്ദിനി സ്തോത്രം എന്ന നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ ഉറപ്പിച്ച പോലെ അതിന്റെ പ്രാരംഭമായിട്ട് ശൈലജ ചേച്ചി ആദ്യത്തെ ശ്ലോകങ്ങൾ ഇപ്പൊ അവതരിപ്പിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അത് ചൊല്ലി കേട്ട ശേഷം നമുക്ക് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും 9 ദിവസങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്. മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിൽ 21 ശ്ലോകങ്ങളാണുള്ളത്. അപ്പൊ ഈ 21 ശ്ലോകങ്ങളെ 9 ദിവസങ്ങളിൽ തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചാണ് ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्धरधर्षिणि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करतोषिणि कल्मषमोषिणि घोषरते धनुजनिरोषिणि दितिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते. വളരെ മനോഹരമായി ശൈലജ ചേച്ചി ഈ സ്തോത്രത്തിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഇവിടെ ആലപിച്ചു. പലപ്പോഴും അസൂയോടെയാണ് ഞാൻ ഇത്തരം ശബ്ദങ്ങളെ ശ്രവിക്കാറ്. ആ ശബ്ദ ഗാംഭീര്യത്തോടെയും ശബ്ദഭംഗിയോടെയും ഒക്കെ അത് അവതരിപ്പിക്കുക എന്നത് കേവലം പുണ്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. എനിക്കൊക്കെ വായിക്കാനേ സാധിക്കൂ, ശ്ലോകം പറയാനേ സാധിക്കൂ, ചൊല്ലാൻ സാധിക്കില്ല. ഏതായാലും നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. ഐ ഗിരിനന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുതേ ഗിരിവരവിന്ധ്യ ശിരോധിനിവാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേ ശിതികണ്ഠ കുടുംബിനി ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദിനി ശൈലസുതേ. സാധാരണ സ്ത്രീകളുടെ ഒക്കെ പേര് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു നീട്ടം ഉണ്ടാവാറുണ്ട്, അല്ലേ? മലയാളികൾക്ക് ആ നീട്ടം കുറവ്. അപ്പൊ സീത എന്ന് പറയുമ്പോൾ ശരിക്കും ആ വാസ്തവത്തിൽ സീത എന്ന പേരിനൊരു നീട്ടമുണ്ട്, ദീർഘമുണ്ട്. സീത എന്ന് ആലോചിച്ച് നോക്കും. രാധ, അത് അവിടുന്ന് വന്ന് 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 കേരളത്തിൽ എത്തിയപ്പോ സീത, രാധ, ലത, മാല എന്നൊക്കെയായി തീർന്നു. വാസ്തവത്തിലൊക്കെ ദീർഘമുണ്ട്. നമ്മൾ ആ പേര് എഴുതുമ്പോൾ ദീർഘത്തോടെ എഴുതണം. ശ്രീജ, ശൈലജ, മലയാളത്തിലാവുമ്പോൾ ശൈലജ എന്ന് നമ്മൾ ഹ്രസ്വമാക്കി എഴുതും. അപ്പൊ ഇവിടെ ഈ കൊടുത്ത പേരുകളൊക്കെ വിളിപ്പേരുകളാണ്, വിളിക്കുകയാണ്, അമ്മയെ വിളിക്കുക. അപ്പോ അതിനു മുമ്പ് നമുക്കിതിന്റെ ഒരു ചെറിയൊരു പൃഷ്ഠഭൂമി കൂടി അറിയേണ്ടതുണ്ട്. രംഭാസുരന്റെ മകനായിട്ടുള്ള മഹിഷാസുരൻ
സകല ലോകങ്ങളും ആക്രമിച്ച്, ദേവലോകം ആക്രമിച്ച് ത്രിമൂർത്തികൾക്ക് നേരെ തിരിഞ്ഞപ്പോ എല്ലാവരും കൂടെ ചിന്തിച്ചുറപ്പിച്ച് ദേവന്മാരുടെ ചൈതന്യത്തിൽ നിന്നും ഒരു ദേവിയെ സൃഷ്ടിക്കുക. ആ ദേവിയാണ് ഇവിടെ നമ്മൾ ഉപാസിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന മഹിഷാസുരമർദ്ദിനി. ആ മഹിഷാസുരമർദ്ദിനിയാണ് ഈ മഹിഷാസുരനെ വധിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ആ ദേവി ആരാണ് വാസ്തവത്തിൽ എന്ന് ചോദിച്ചാൽ ശിവന്റെ അംശം തന്നെയാണ്. പണ്ട് നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത്, ഇപ്പോഴും വായിക്കാറുണ്ട്, വായിക്കുന്ന സമയത്ത് ദശമസ്കന്ധത്തില് ചതുർത്ഥ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, നന്ദഗോപരുടെ വീട്ടില് പിറന്ന പെൺകുട്ടിയെ വസുദേവര് രാത്രിക്ക് രാത്രി ഇങ്ങ് കാരാഗ്രഹത്തിലേക്ക് എടുത്തു കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കംസൻ വന്ന് ഈ കുട്ടിയെ എടുത്ത് പാറപ്പുറത്ത് അടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കയ്യിൽ നിന്നും കുതറി ആ ദേവി ആകാശത്തേക്ക് പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ആ ദേവി എങ്ങോട്ട് പോയി എന്ന് ഭാഗവതത്തില് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. ബഹുനാമ നികേതേഷു ബഹുനാമ ബഭൂവഃ സദ്യോ ദേവി അംബരം ഗത ബഹുനാമ നികേതേഷു ബഹുനാമ ബഭൂവഃ. പല പേരുകളിലായി പല സ്ഥലങ്ങളിലായിട്ട് അവൾ കുടികൊണ്ടു എന്നാണ് അവിടെ പറയുന്നത്. ആ ദേവിയാണ് ഇവിടെ മഹിഷാസുരമർദ്ദിനിയായിട്ടും പാർവതിയായിട്ടും ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ കുട്ടികൊള്ളുന്നത്. ഇതേ ദേവി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ യോഗശാസ്ത്രപ്രകാരം ചിന്തിക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ശക്തിയായിട്ടും കുടികൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഗിരിനന്ദിനി, നേരത്തെ നമ്മൾ പറഞ്ഞത് വിളിപ്പേരുകളാണ്. അപ്പൊ അങ്ങനെയാവുമ്പോ ഇവിടെ കൊടുത്ത പേരുകളൊക്കെ ദീർഘം വേണ്ടേ? ഗിരിനന്ദിനി, നന്ദിതമേദിനി, വിശ്വവിനോദിനി, പേരുകളാവുമ്പോ ദീർഘം വേണം അല്ലെ? ശിരോധി നിവാസിനി, വിഷ്ണു വിലാസിനി അല്ലെ? ജിഷ്ണുനുത, ഭഗവതി, ശിതികണ്ഠ കുടുംബിനി, ഭൂരി കുടുംബിനി, ഭൂരികൃത അല്ലെങ്കിൽ ഭൂരികൃത്, മഹിഷാസുരമർദ്ദിനി, രമ്യകപർദിനി, ശൈലസുത. അപ്പൊ എന്താ ഇവിടെ രൂപം മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതിന്റെ കർത്താവായിട്ടുള്ള ആദി ശങ്കരാചാര്യ സ്വാമികള്, ശങ്കര ഭഗവത് പാദർ ദേവിയെ സ്മരിക്കുകയാണ്, വിളിക്കുകയാണ്. ഐ ഗിരിനന്ദിനി. അപ്പൊ സംസ്കൃതത്തിലെ ഭാഷാപരമായിട്ടുള്ള രീതികൾ, ശൈലികൾ പ്രകാരം വിളിക്കുന്നതിന് പറയാ സംബോധന എന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വിഭക്തി പേരിനെ വിളിക്കുമ്പോൾ സീതേ എന്നാ വിളിക്കുക അല്ലെ? സംസ്കൃതം പഠിക്കാത്ത അമ്മമാർ പോലും മക്കളെ പിന്നെ എന്താ വിളിക്കുക? ലത എന്നുള്ള പേരാണെങ്കിൽ മോളെ വിളിക്കുമ്പോൾ മോളെ ലതേന്നാ വിളിക്കുക. അത് ഭാഷ അറിഞ്ഞിട്ടല്ല, അത് ജന്മജാതമായിട്ടുള്ള ഒരു ശൈലിയാണത്. അപ്പൊ ഇവിടെ ഗിരിനന്ദിനി എന്ന പേരിനെ വിളിക്കുമ്പോൾ അവിടെ ഹ്രസ്വമായിട്ട് മാറും. ഗിരിനന്ദിനി, വിശ്വവിനോദിനി, നന്ദിനുതേ. അപ്പൊ ആ എന്ന് അവസാനിക്കുന്ന സ്ത്രീകളുടെ പേര് വിളിക്കുമ്പോ എ എന്ന് കൂട്ടി വിളിക്കണം. നുത, നന്ദിനുത എന്നത് വിളിക്കുമ്പോ നന്ദിനുതേ. സീത, സീതേ. മനസ്സിലായില്ലേ? ഈകാരാന്തത്തിൽ ദീർഘത്തിൽ അവസാനിക്കുന്ന പേരുകൾ വിളിക്കുമ്പോ അത് ഇകാരാന്തമാക്കി മാറ്റണം, ഹ്രസ്വമാക്കി മാറ്റണം. ഗിരിനന്ദിനി എന്നത് ഗിരിനന്ദിനി. പലപ്പോഴും നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോ ഭഗവതി ഹ്രസ്വം കാണാം. അപ്പൊ നമ്മൾ കരുതും അത് ടെക്സ്റ്റ് ബുക്കിലെ പ്രൂഫിന്റെ പ്രശ്നമാവുന്നു. ആയിരിക്കില്ല, ചിലപ്പോൾ ഈ വിളിപ്പേരാവും. അപ്പൊ അതിന് മുമ്പ് ഒരു പക്ഷെ ഹേ എന്നൊക്കെ ഉണ്ടാവും. ഹേ എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് അവിടെ വിളിക്കുകയാണ്. ചിലടത്ത് ഹേ ഇല്ലാണ്ടേ കാണാറുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാതെ മാത്രം. അപ്പൊ ഇവിടെ പറയാണ് ഐ. ഐ നമ്മൾ മലയാളത്തിൽ അയ്യേ എന്ന് പറയാറുണ്ടല്ലേ? ആ അർത്ഥമല്ല ഇവിടെ. ഐ എന്ന് പറയുമ്പോ സംസ്കൃതത്തിൽ അതിന് 3-4 തരം അർത്ഥം പറയാറുണ്ട്. ചോദ്യം ഉന്നയിക്കുമ്പോൾ ഈ ശബ്ദം പ്രയോഗിക്കാറുണ്ട്. ഒരാളെ
മെരുക്കിയെടുക്കാൻ വേണ്ടി, അനുനയിപ്പിക്കാൻ വേണ്ടി ശബ്ദം പ്രയോഗിക്കാറുണ്ട്. അതുപോലെ ഒരാളെ വിളിക്കാൻ വേണ്ടി ഈ ശബ്ദം പ്രയോഗിക്കാറുണ്ട്. ഐ ഗിരിനന്ദിനി, അല്ലയോ. അപ്പൊ എന്താ അർത്ഥം അവിടെ? ഐ എന്നതിന് അല്ലയോ, ഹേ, ഈ അർത്ഥമേ ഉള്ളൂ. അല്ലയോ ഗിരിനന്ദിനി, അല്ലേ? എന്താ ഗിരിനന്ദിനി എന്ന് പറഞ്ഞാൽ? ഗിരിഹി എന്ന് പറഞ്ഞാൽ പർവ്വത, പർവ്വതം. ഇവിടെ പർവ്വതം എന്ന് ശബ്ദാർത്ഥം പറഞ്ഞു വെച്ചാലും ആ പർവ്വതം എന്ന ശബ്ദാർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ? ഹിമാലയമാണ്, അല്ലെ? ഹിമവാന്റെയും മേനയുടെയും മകളാണല്ലോ ശ്രീ പാർവതി, അല്ലെ? ഹിമവാന്റെയും മേനയുടെയും മകളായിട്ടുള്ള പാർവതിയെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഗിരിനന്ദിനി എന്ന് ആചാര്യസ്വാമികൾ വിളിച്ചത്. അപ്പൊ ഗിരിനന്ദിനി, അല്ലയോ ഗിരിനന്ദിനി, അല്ലയോ പർവ്വതപുത്രി. നന്ദിതമേദിനി, മേദിനി എന്ന വാക്ക് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. മേദിനി ഭൂമിയുടെ പര്യായമാണ് മേദിനി. മേധസ് നീക്കം ചെയ്തവളാണ് മേദിനി. ആരുടെ മേധസ് നീക്കം ചെയ്തവള്? അസുരന്മാരുടെ മേധസ് നീക്കം ചെയ്യുന്നവളാണ് മേദിനി. അപ്പോ നന്ദിതമേദിനി, ഭൂമിയെ സന്തുഷ്ടയാക്കുക, ഭൂമിയെ ആനന്ദിപ്പിക്കുക, അങ്ങനെയുള്ളവളാണ് നമ്മുടെ അമ്മ ശ്രീ പാർവതി ദുർഗ. എങ്ങനെയാ ഭൂമി അമ്മ അവതരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഭൂമിക്ക് എന്താ ആനന്ദം? അമ്മ എന്തിനാ അവതരിക്കുന്നത്? അമ്മ അവതരിക്കുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ്. അധർമ്മം എപ്പോഴാണോ കൊടികുത്തി വാഴുക, ആ സമയത്ത് ധർമ്മത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അമ്മ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭൂമിക്ക് സന്തോഷമാണ്, ഭൂമിക്ക് ഗുണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭൂമി സന്തോഷിക്കുന്നത്. അപ്പൊ നന്ദിതമേദിനി എന്ന പേര് ദേവിയുടെ ആണെങ്കിലും അതിന്റെ ഗുണം കിട്ടുന്നത് ഭൂമിക്കാണ്. ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവൾ. ഈ സംസ്കൃതത്തിന്റെ ചില പ്രത്യേകതകളാണൊക്കെ. നന്ദിതമേദിനി എന്ന പേര് ആരതാണ്? അമ്മയുടെയാണ്, ശ്രീ പാർവതിയുടെ. പക്ഷെ അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാ? ആ പേരിന്റെ അർത്ഥത്തിന്റെ ഗുണം കിട്ടുക ഭൂമിക്കാണ്, സന്തോഷം കിട്ടുന്നത്. രമേശൻ എന്നാണല്ലോ എന്റെ പേര്. രമേശൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ മുഖം ഓർമ്മ വരും. വാസ്തവത്തിൽ രമേശന്റെ അർത്ഥം എന്താ? രമായാഹ ഈശ, രമയുടെ ഈശൻ, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അപ്പൊ രമേശ എന്ന് വിളിക്കുമ്പോ, രമേശ എന്ന് വിളിക്കുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെയാണെങ്കിലും അറിയാതെ വിളിക്കുന്നത് ശ്രീ പരമേശ്വരനെയാണ്. അതാണ് ഈ സംസ്കൃത നാമസിദ്ധാന്തത്തിന്റെ, നാമശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. ഏതായാലും ഒരു 10 മിനിറ്റിൽ ഈ മീറ്റിംഗ് അവസാനിക്കും എന്നുള്ള ഒരു സൂചന വന്നു. അറിയില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ കയറേണ്ടി വരും, അല്ലെ? ഓക്കെ, അടുത്ത് പറഞ്ഞു വിശ്വവിനോദിനി. ഈ വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ വിനോദിപ്പിക്കുന്നവൾ. വിശ്വവിനോദിനി, ഈ പ്രപഞ്ചത്തെ സന്തോഷിപ്പിക്കുന്നവൾ. നേരത്തെ പറഞ്ഞ നന്ദിതമേദിനി എന്ന അതിന്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥമാണിത്. ലോകത്തെ സന്തോഷിപ്പിക്കുന്നവൾ. തന്റെ വരവ് കൊണ്ട് ധർമ്മ സംസ്ഥാപനം നടക്കണം. അങ്ങനെ ആ അമ്മ വന്നു കഴിഞ്ഞാൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് സകല സാത്വികരായിട്ടുള്ള സകല മനുഷ്യന്മാരും സന്തോഷിക്കും. മരങ്ങൾ സന്തോഷിക്കും, മൃഗങ്ങൾ സന്തോഷിക്കും. കാരണം എന്താ? ജീവനുള്ളതിന്റെ ഒക്കെ ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം ഏതാ? ദേവി ചൈതന്യമാണ്. നമ്മൾ യോഗശാസ്ത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന അമ്മയായിട്ടുള്ള കുണ്ടലിനി ശക്തി ശിരസിലെ സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന ശിവചൈതന്യവുമായിട്ട് സംഗമിക്കുക. ഇതാണ് വാസ്തവത്തിൽ മോക്ഷം എന്നുള്ള സങ്കല്പമൊക്കെ. അപ്പോ ജീവനുള്ളവയ്ക്കൊക്കെ ഈ ദേവി ചൈതന്യം ഉണ്ട്. ഭൂമിയിൽ കുഴിച്ചിട്ട ഒരു പയറ് വിത്ത് അത് മുളച്ച് അതിന്റെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഒരു പയറ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് മുള വരും, ഇല്ലേ? മുള വന്നു കഴിഞ്ഞാൽ മുള എങ്ങോട്ടാ പോവുക? ആകാശത്തേക്കല്ല പോവുക, അത് മണ്ണിന്റെ അടിയിലേക്കാ പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ മുള, പയറുവിത്തിന്റെ നടുവിൽ നിന്ന് ഉണ്ടാകുന്ന മുള വളഞ്ഞ് മണ്ണിലേക്ക് താഴ്ന്നു പോകും. അത് അതിന്റെ വേരായിട്ട് മാറുക ചെയ്യുക. മുളയാണ് വേരായിട്ട് മാറുന്നത്. വേരായി മാറി അത് മണ്ണിൽ ഉറപ്പിച്ച ശേഷമാണ് ഈ പയറുവിത്തിന്റെ ശരീരം പൊന്തി വരും. പൊന്തി വന്ന് അതിന്റെ തോല് പൊളിയും. തോല് പൊളിഞ്ഞ് ഉള്ളിലുള്ള വിത്ത് പുറത്തേക്ക് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. അതിന്റെ ഉള്ളിൽ നിന്നാണ് ഇലകൾ വരുന്നത്. ശ്രദ്ധിച്ചില്ലേ? അപ്പൊ അതുമാതിരി അത് ദേവി ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. ഓരോ ജീവജാലത്തിലും ഈ ചൈതന്യമുണ്ട്.
അതുകൊണ്ട് പ്രപഞ്ചം സന്തോഷിക്കും. അതാണ് നമ്മുടെ വിശ്വവിനോദിനി, വിശ്വത്തെ സന്തോഷിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു നന്ദിനുതേ, നന്ദിയാൽ നമസ്കരിക്കപ്പെടുന്നവളാണ് നന്ദിനുത. അപ്പൊ ആ ദേവിയെ വിളിക്കുമ്പോ നന്ദിനുതേ, നന്ദികേശ്വരൻ. ഇവിടെ അമ്മയുടെ വാഹനമായിട്ടൊക്കെ അതിനെ പറയുന്നുണ്ട്, സിംഹമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നന്ദികേശ്വരനാൽ നമസ്കരിക്കപ്പെടുന്നവൾ. ചില സ്ഥലങ്ങളിലൊക്കെ ഈ നന്ദനുതേ എന്നുള്ള പാഠഭേദം കാണാറുണ്ട്. നന്ദനുതേ അങ്ങനെ ആകുമ്പോഴും കുഴപ്പമൊന്നുമില്ല, വിരോധമൊന്നുമില്ല. കാരണം നന്ദഗോപരെ സന്തോഷിപ്പിച്ചവൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീകൃഷ്ണാവതാര കാലത്ത് യശോദാദേവിയുടെ മകളായിട്ട് പിറന്നു. അപ്പൊ നന്ദഗോപർക്ക് സന്തോഷം. നന്ദനുതേ, നന്ദനാൽ, നന്ദഗോപരാൽ നമസ്കരിക്കപ്പെടുന്നവൾ, അങ്ങനെയും അർത്ഥം എടുക്കാം. നന്ദിനുതേ. പിന്നെ പറഞ്ഞു ഗിരിവര വിന്ധ്യ ശിരോധി നിവാസിനി. ലേശം നീണ്ട ഒരു ശബ്ദമാണ്. ഗിരിവരനായിട്ടുള്ള വിന്ധ്യന്റെ ശിരസിൽ അധിവാസം ചെയ്യുന്നവൾ, പർവ്വതശ്രേഷ്ഠനായിട്ടുള്ള വിന്ധ്യപർവ്വതത്തിന്റെ മക്കുട്ടത്തിൽ താമസിക്കുന്നവൾ. നമ്മൾ സഹസ്രനാമത്തിലൊക്കെ ചൊല്ലാറുണ്ട് വിന്ധ്യാചലവാസിനി. അപ്പൊ വിന്ധ്യാചലത്തെ തന്റെ കേന്ദ്രമാക്കി വെച്ചവൾ, വിന്ധ്യപർവ്വതത്തിൽ താമസിക്കുന്നവൾ. അത്രയും അതിന് അർത്ഥം എടുക്കേണ്ടതുള്ളൂ. വിഷ്ണുവിലാസിനി, ഭഗവാൻ വിഷ്ണുവിന്റെ വലങ്കയ്യായി നിന്ന് ലീലയാടുന്ന അമ്മ, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചൈതന്യമായിട്ട് വിളങ്ങുന്ന അമ്മ. ഇവിടെ മഹാവിഷ്ണുവിന്റെ ചൈതന്യമായി നിൽക്കുന്ന അമ്മ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു സ്ത്രീ ഇല്ലാതെ പുരുഷ ജീവിതം സാർത്ഥകമാവില്ല, തീർച്ചയാണ്. അത് നമ്മുടെ അനുഭവം കൊണ്ട്, എന്റെ അനുഭവം കൊണ്ട് പറയില്ല, ഈ ലോകത്തിന്റെ അനുഭവം തന്നെ അങ്ങനെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തത്വമുണ്ട്. ശരീരത്തില് ശിരസ്സില് ശിവനും മൂലാധാരത്തില് ശക്തിയും, ഇത് രണ്ടും കൂടെ സംഗമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഒരു മനുഷ്യ ദേഹം സഞ്ചരിക്കുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ ചൈതന്യം ഇല്ല. അപ്പൊ അത് ഭൂമിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് പുരുഷൻ ഉണ്ടെങ്കിൽ സ്ത്രീ വേണം, സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷൻ വേണം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ഉത്തമ കുടുംബമായിട്ട് മാറുക. അത് പരമേശ്വരനെ എടുത്താൽ ശ്രീപാർവതിയെ കാണാം, ഭഗവാൻ രാമചന്ദ്രനെ എടുത്താൽ സീതാദേവിയെ കാണാം, കൃഷ്ണനെ എടുത്താൽ രുക്മിണി തുടങ്ങിയിട്ടുള്ള ഭക്തിമാരെ കാണാം. എത്ര ഭക്തിമാരുണ്ടെങ്കിലും അത്യന്തം പ്രീതമയായിട്ടുള്ള ഭക്തി ഉണ്ടാവും അല്ലേ ഭഗവാനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ഏതൊരു ചരിത്ര പുരുഷനെ എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ സങ്കല്പം ഉണ്ടാവും. അതാണ് ഇവിടെ വിഷ്ണുവിലാസിനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശബ്ദാർത്ഥം വിഷ്ണുവിന്റെ കൂടെയുള്ളവൾ, അല്ലെങ്കിൽ വിഷ്ണുവിനെ ലാസ്യം ചെയ്യിപ്പിക്കുന്നവൾ, വിഷ്ണുവിന്റെ കൂടെയുള്ള ചൈതന്യം എന്നാണെങ്കിലും അതിന്റെ അർത്ഥം സ്വല്പം വിശദമാണെന്ന് ചുരുക്കം. ജിഷ്ണുനുതേ, ജിഷ്ണുവിനാൽ നമസ്കരിക്കപ്പെടുന്നവൾ. ജിഷ്ണുനുത, ജിഷ്ണുവിനാൽ നമസ്കരിക്കപ്പെടുന്നു. ഈ ജിഷ്ണു എന്ന ശബ്ദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അർജുനൻ എന്ന അർത്ഥമുണ്ട്, ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ട്. അപ്പോ ഈ മഹിഷാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി അവതരിച്ച സമയത്ത് ആദ്യം സന്തോഷിച്ചിട്ടുണ്ടാവുക ഇന്ദ്രനായിരിക്കും അല്ലെ. അപ്പൊ ഇന്ദ്രനാൽ നമസ്കരിക്കപ്പെട്ടവൾ. ഇനി കിരാതം കഥ പറയുന്ന സമയത്ത് അർജുനൻ ദേവിയെ സ്തുതിക്കുന്നുണ്ട്. കാരണം ഈ കിരാതമൂർത്തിയായിട്ടുള്ള, കിരാത വേഷധാരിയായിട്ടുള്ള ഭഗവാനുമായിട്ട് പോരാടി ഒരന്തവും കിട്ടുന്നില്ല അർജുനന്. ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും തീർച്ചപ്പെടുത്താൻ സാധിക്കാത്ത ഒരവസ്ഥയില് ദേവിയെ സ്മരിക്കുക, അതൊരു വല്ലാത്തൊരു വഴിത്തിരി വരുന്ന അർജുനെ സംബന്ധിച്ച്. അപ്പൊ ആ അർജുനൻ എന്ന അർത്ഥത്തിലും ദേവി സ്തുതിക്കപ്പെടുന്നുണ്ട്. ജിഷ്ണു എന്നത് ഇന്ദ്രൻ എന്നും എടുക്കാം, അർജുനൻ എന്നും എടുക്കാം. പിന്നെ പറയാണ് ഹേ ഭഗവതി, അല്ലയോ ദേവി ഭഗവതി. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പേരാണ് ഭഗവാൻ, ഭഗവതി. എന്താ അതിന്റെ അർത്ഥം? ഭഗം അസ്യ അസ്തി ഇതി ഭഗവാൻ. ഇനി ഭഗവതി ആണെങ്കിലോ ഭഗം അസ്യാഹ അസ്തി ഇതി ഭഗവതി. എന്താ ഭഗം? ഭഗത്തെ കുറിച്ച് പറയുമ്പോ വേദാന്ത ശാസ്ത്രങ്ങൾ പറയും ഐശ്വര്യസ്യ സമഗ്രസ്യ ജ്ഞാനസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യയോശ്ചാപി ഷണ്ണാം ഭഗ ഇതീര്യത്തെ. അതായത് ഐശ്വര്യസ്യ സമഗ്രസ്യ ജ്ഞാനസ്യ യശസഃ ശ്രിയ ജ്ഞാന വൈരാഗ്യം, ഈ 6 കാര്യങ്ങളെ കൂട്ടിച്ചേർത്താണ് ഭഗം എന്ന് പറയുക. ഈ 6 എണ്ണവും ഉള്ളവൾ. ഐശ്വര്യം, ജ്ഞാനം,
വൈരാഗ്യം, യശസ് തുടങ്ങിയ 6 എണ്ണം ഉള്ളവളാണ് ഭഗവതി, അല്ലെങ്കിൽ ഉള്ളവനാണ് ഭഗവാൻ. മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉള്ളവൾ എന്ന അർത്ഥം. ഹേ ഭഗവതി, എങ്ങനെയുള്ള ഭഗവതിയാ? ശിതികണ്ഠ കുടുംബിനി. ശിതികണ്ഠന്റെ, നീലകണ്ഠന്റെ കുടുംബിനിയാണ്, പത്നിയാണ്. ശിതികണ്ഠ കുടുംബിനിയാണ്. അങ്ങനെയുള്ള ശിവപത്നി. അല്ലയോ അമ്മേ. പിന്നെയോ ഭൂരി കുടുംബിനി. ഇവിടെ ഭൂരി എന്നുള്ള വാക്കിന് അർത്ഥം പറയുന്നത് ത്രിമൂർത്തികളുടെ ഭാഗമായിട്ടുള്ളവൾ. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും ചിന്തയുടെ ഫലമായിട്ടാണ് ദേവി അവതരിച്ചത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ത്രിമൂർത്തികളുടെ അംശമായിട്ടുള്ളവളെ, അവരുടെ കുടുംബത്തിലുള്ളവളെ എന്നർത്ഥം. ഭൂരികൃതേ, ഭൂരികൃതേ, ഭൂരികൃതേ. ശരിക്കത് ചിലയിടത്തൊക്കെ ഭൂതികൃതേ എന്ന് കാണാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ ഭൂതികൃതേ എന്ന് എടുക്കുമ്പോൾ ഭൂതി ഐശ്വര്യം, ഐശ്വര്യം ഉണ്ടാക്കി തരുന്നവൾ എന്ന അർത്ഥത്തിൽ എടുക്കാം. ഇവിടെ ഭൂരികൃതേ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഭൂരി കുടുംബിനി അതിന്റെ തന്നെ മറ്റൊരു ഭാഗം തന്നെയാണത്. ത്രിമൂർത്തികളുടെ തേജസ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. പിന്നെ പറയാണ് ഈ മഹിഷാസുരമർദ്ദിനി. അങ്ങനെയുള്ള, അല്ലയോ മഹിഷാസുരനെ മർദ്ദിച്ചവളെ, മർദ്ദിക്കുന്നവളെ. പിന്നെയോ രമ്യ കപർദിനി. രമ്യം എന്ന് പറഞ്ഞ മനോഹരം, സുന്ദരം. കപർദ ശബ്ദത്തിന് കപർദ, കപർദ എന്ന് പറഞ്ഞാൽ ശിരസിൽ ജട എന്നൊക്കെ അർത്ഥം. നമ്മളത് ജടയല്ല. നമ്മൾ രാവിലെ എണ്ണ തേച്ച്, പലതരം എണ്ണകൾ തേച്ച്, അല്ലെ, ചിലപ്പോ കണ്ണാടിയുടെ മുന്നിൽ പോയി തേച്ച്, കുളി കഴിഞ്ഞ് ചിലപ്പോൾ ഷാമ്പൂവും തേച്ച്, ചീർപ്പെടുത്ത് മാടി വെച്ച് ഓരോ മുടിയുടെയും നമ്മൾ വേറെ വേറെ ആക്കി കെട്ടിവെക്കും. അത് ജടയല്ല. ജട എന്ന് പറഞ്ഞാൽ എന്താ? തലയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എണ്ണ തേപ്പില്ല, കുളിയുണ്ട്, എന്നാൽ മുടി കെട്ടിവെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അതവിടെ കിടക്കും. എല്ലാം കൂടി ഇവിടെ പിന്നെ ഒരു കെട്ട്, അത് കട്ട പൊടിച്ച്, എന്താ അതിന്റെ ഭാഷ പറയാ, കായ പൊടിക്കുകയാണോ ഇതൊക്കെ പറയും, കായ വരിക എന്നൊക്കെ പറയും. അങ്ങനെ കായ വന്ന് പേൻ വന്ന് അങ്ങനെ കിടക്ക ഒരു കാട് കുടിച്ച്, അതാണ് ജട. അപ്പൊ ഇവിടെ കപർദം ഉള്ളവളാണ് കപർദിനി. കപർദം ഉള്ളവളാണ് കപർദിനി.